നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ ജെന്യുവൻലി നമ്മുടെ ആഗ്രഹങ്ങളാണ്. അത് ശരിക്കും നമ്മുടെ ലൈഫിൽ സംഭവിക്കേണ്ടതാണ്. ശരിക്കും നമുക്ക് തോന്നുന്ന കാര്യമാണ്. അത് നമ്മളുടെ ഈഗോന്നോ ഇൻസെക്യൂരിറ്റീസിനോ ഒന്നും ഉണ്ടാവുന്ന അല്ലെങ്കിൽ തോന്നുന്ന ആഗ്രഹങ്ങളല്ല, മറിച്ച് അത് നമ്മുടെ ഫ്യൂച്ചർ സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ട്രൂ സെൽഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്ക് അത്രയ്ക്കും ആഗ്രഹം തോന്നുന്നത് എന്നൊക്കെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അങ്ങനെ നമുക്ക് തോന്നുന്ന ആഗ്രഹങ്ങൾ ഈവൻ നമ്മൾ ഏത് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിലും അതൊരിക്കലും നമ്മളെ ഒരുപാട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കില്ല. നമ്മുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ നിൽക്കുന്ന പ്ലേസ്, നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും നമ്മളെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വിടില്ല. നമ്മൾ ഒരുപാട് ഡ്രെയിൻ ചെയ്യില്ല. ഈവൻ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൻ്റെ ഒരു പ്രസൻസ് നമ്മുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ പോലും അതെപ്പോഴും നമ്മളുടെ ലൈഫിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും. ഉള്ളിൽ തന്നെ ഈവൻ നമ്മളുടെ ലൈഫിൽ അത് സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ അത്രയൊരു ക്ലാരിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടാവും. നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടാവും. ആൻഡ് അത് ഒരു ബിഗ്ഗസ്റ്റ് സൈനാണ് ഇത് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമാണെന്നുള്ളത്. സോ അതാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എൻകറേജ്മെൻറ്റ്. ഒന്നുമില്ലാത്തൊരു പ്ലേസിൽ നിന്ന് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എൻകറേജ്മെൻറ്റ്, ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്രയും തീവ്രമായിട്ടുള്ള ഒരു ഫീലിങ്സ്, നിങ്ങളെ പല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു എനർജിയാണ് നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ക്യാരി ചെയ്യുക. സോ നിങ്ങളൊന്ന് ചിന്തിക്കുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു ഇൻസ്പിറേഷൻ തരുന്നുണ്ടോ? ഈവൻ അതിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു എനർജി തരുന്നുണ്ടോ? ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ എനർജറ്റിക്കലി ഒരുപാട് ഡ്രെയിൻ ചെയ്യുന്നു, നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ് ആക്കുന്നു, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യുന്നു. നിങ്ങൾ എവിടെയാണ്, എന്താണ്, എങ്ങനത്തെ സിറ്റുവേഷനിലാണ് എൻഗേജ്ഡ് ആയിട്ടുള്ളത്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാണ്, നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ആഗ്രഹമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കാം. ബിക്കോസ് ആ ഒരു സ്പേസ് കൊടുക്കുന്ന സമയത്താണ്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുന്ന സമയത്താണ് അത് റൈറ്റ് ആയിട്ട് നിങ്ങളുടെ ആ ഒരു തോന്നൽ ശരിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റൈറ്റ് ഫോമിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ബെസ്റ്റ് വേയിൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് മാറി നിന്ന് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട റൈറ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ, റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് നിങ്ങൾക്ക് അലൈൻഡ് ആവാൻ പറ്റുള്ളൂ. സോ ചിന്തിക്കുക, നിങ്ങളുടെ ആഗ്രഹം എങ്ങനെയുള്ളതാണ്.